സഖാവ് കൃഷ്ണപിള്ള നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 72 വർഷം പൂർത്തിയാവുകയാണ്. 1906 ജനിക്കുകയും 1948 42ാമത്തെ വയസ്സിൽ നമ്മെ വിട്ടുപിരിയുകയും ചെയ്ത കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവാണ് കൃഷ്ണപിള്ള. സഖാവ് എന്ന് പേരിൽ അറിയപ്പെടുന്ന ഏക കമ്മ്യൂണിസ്റ്റും കൃഷ്ണപിള്ള തന്നെ. സാമ്രാജ്യത്വത്തിനും ജന്മിത്വത്തിനും ജാതി വിവേചനത്തിനും എതിരെ പൊരുതിയ പടയാളി. അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് 1920കളിൽ യൗവന പ്രസരിപ്പിലേക്ക് എത്തുന്ന സമയത്ത് വൈക്കം ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള സത്യഗ്രഹ സമരം കാണാൻ കഴിഞ്ഞ ഒരാളായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പ്രായമെന്ന് പറയുന്നത് ഏകദേശം ഒരു 10-15 വയസ്സാണ്. കൂട്ടുകാരോടൊപ്പം ജാതി വിവേചനത്തിനെതിരായ സമരം നടത്തിയ സത്യഗ്രഹ പന്തലിന്റെ അടുത്തെത്തി. വൈക്കം ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള റോഡിലൂടെ അവർണർക്ക് നടന്നുപോയിക്കൂടാ എന്നതായിരുന്നു അക്കാലത്തെ നീതി. അത് വലിയ ധാർമ്മിക രോഷമാണ് കൃഷ്ണപിള്ളയുടെ മനസ്സിലുണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ തെറ്റിനെതിരായി പൊരുതാനുള്ള അദ്ദേഹത്തിന്റെ കരുത്ത് ഇതുപോലുള്ള ചെയ്തികളാണ് വർദ്ധിപ്പിച്ചത്. പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടനായി. അദ്ദേഹത്തിന് 5ാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാനും കഴിഞ്ഞുള്ളൂ. പഠിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പഠിപ്പിലാണെങ്കിൽ മിടുക്കനായിരുന്നു താൻ. പക്ഷെ 14ാമത്തെ വയസ്സിൽ അനാഥനായ സഖാവ് കൃഷ്ണപിള്ളക്ക് തുറന്നു പഠിക്കാൻ എങ്ങനെ കഴിയും? അങ്ങനെയാണ് കയത്തൊഴിലാളിയായി ജീവിതം ആരംഭിച്ചത്. 2 ഇടങ്ങളിൽ ആ തൊഴിലെടുത്തു. പക്ഷെ ഒരിടത്തും അധികം നിൽക്കൂല കൃഷ്ണപിള്ള. തുറന്ന അദ്ദേഹം നാഗർകോവിലേക്ക് പോയി. തിരിച്ചു വീണ്ടും നാട്ടിലെത്തുമ്പോൾ അദ്ദേഹം ചായക്കട തുടങ്ങി. ഒരു ചായക്കട തുടങ്ങിയിട്ട് അത് പൊളിഞ്ഞുപോയി. പിന്നീട് മറ്റൊരു ചായക്കടയിൽ ജോലിക്കായി ചേർന്നു. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ ആദ്യകാലം എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസം നിറഞ്ഞതായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി മാറുന്നതിനു വേണ്ടി ഹിന്ദി പഠിക്കണമെന്ന് ഒരു വാശി അദ്ദേഹത്തിനുണ്ടായി. എങ്കിൽ മാത്രമേ നല്ല ദേശീയവാദിയാവാൻ കഴിയൂ. അങ്ങനെയാണ് കൃഷ്ണപിള്ള ഹിന്ദി പഠിക്കാൻ അലഹബാദിലേക്ക് പോയത്. പുതിയൊരു ലോകം അദ്ദേഹം കണ്ടു. അക്കാലത്ത് സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുന്ന ഘട്ടമായിരുന്നു. മീററ്റ് ഗൂഢാലോചന കേസ് നടക്കുന്ന സമയമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ തെറ്റിനെതിരായിട്ടുള്ള പ്രതിഷേധം അണപൊട്ടി ഒഴുകി. അങ്ങനെ ഹിന്ദി പഠിച്ചു, വിശാരദ നേടി. വിശാരദ എന്ന് പറഞ്ഞാൽ അന്നത്തെ BA ഇംഗ്ലീഷ് ബിരുദത്തിന് തുല്യമാണ്. തിരിച്ചു വന്നപ്പോൾ പൂർണ്ണമായി സ്വാതന്ത്ര്യ സമരത്തിൽ മുഴുകി. ആദ്യം തന്നെ പോയത് കോഴിക്കോടേക്കാണ്. കോഴിക്കോടന്ന് നിയമലംഘന സമരം നടക്കുകയായിരുന്നു. അതിൽ പങ്കെടുത്ത സമയത്ത് അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരായ കേളപ്പനും അബ്ദുറഹിമാൻ സാഹിബുമെല്ലാം പോലീസ് മൃഗീയമായി തല്ലിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പോലീസുമായി തർക്കത്തിലായിരുന്നു സഖാവ് കൃഷ്ണപിള്ള. സഖാവ് KP ഗോപാലൻ പിന്നീട് കൃഷ്ണപിള്ളയുടെ ഈ ചെയ്തിയെപ്പറ്റി എഴുതി. അദ്ദേഹത്തിന്റെ കയ്യിൽ ദേശീയ പതാക ഉണ്ടായിരുന്നു. പോലീസ് ദേശീയ പതാക പിടിക്കാനാണ് നോക്കിയത്, വിട്ടുകൊടുത്തില്ല. അവസാനം ദേശീയ പതാകയോടുകൂടി തന്നെ അദ്ദേഹത്തെ ജീപ്പിലേക്ക്, പോലീസ് വണ്ടിയിലേക്ക് വലിച്ചിറക്കേണ്ടി വന്നു. ജയിലിലെത്തുന്നത് വരെ കൃഷ്ണപിള്ളയുടെ കയ്യിൽ ദേശീയ പതാക ഉണ്ടായി. ആ ചെറുപ്പക്കാരൻ കൃഷ്ണപിള്ളിയാണ് എന്നാണ് KP ഗോപാലൻ അദ്ദേഹം അനുസ്മരണ കുറിപ്പിൽ എഴുതിയത്. പിന്നീട് കോഴിക്കോട് നിന്ന് പയ്യന്നൂർ വരെയുള്ള ജാഥയിലും അദ്ദേഹം പങ്കെടുത്തു. ജയിലിലെത്തിയപ്പോ ആദ്യം കോഴിക്കോട് സബ് ജയിലിൽ വെച്ച് EMSനെ കണ്ടുമുട്ടി. EMSും കൃഷ്ണപിള്ളിയും തമ്മിലുള്ള ആത്മബന്ധം അന്ന് ആരംഭിക്കുന്നു. തുടർന്ന്
48 കൃഷ്ണപിള്ള മരിക്കുന്നതുവരെ ആ ബന്ധം തുടരുകയായിരുന്നു. അദ്ദേഹം കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് 1930കളിൽ ബംഗാളിലും ആന്ധ്രയിലും മറ്റുമുള്ള വിപ്ലവകാരികളുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടി. അതിനെ തുടർന്നാണ് കൃഷ്ണപിള്ള വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടനാവുന്നത്. ഗാന്ധിയൻ ആദർശം വരെ മനസ്സിലാക്കിയിരുന്ന അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. തുടർന്നാണ് 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നത്. അതിന്റെ രൂപീകരണ സമ്മേളനത്തിൽ സഖാവ് കൃഷ്ണപിള്ളയും പങ്കെടുത്തു. ജയപ്രകാശ് നാരായണനെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. അങ്ങനെ ദേശീയാടിസ്ഥാനത്തിൽ ചേർന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന് ശേഷം കോഴിക്കോട് വെച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നു. അതിൽ കൃഷ്ണപിള്ളിയെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. EMS ആണെങ്കിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി ദേശീയ സമ്മേളനം തെരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ സോഷ്യലിസ്റ്റുകാരനായി സോഷ്യലിസ്റ്റ് ആശയഗതികൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ തുടങ്ങി. തുടർന്നാണ് 1937 കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്നത്. അന്ന് 4 പേരാണ് ഉണ്ടായിരുന്നത്. കൃഷ്ണപിള്ളക്ക് പുറമെ K. ദാമോദരനും NC ശേഖറും EMS. കൃഷ്ണപിള്ള പ്രഥമ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സംഘാടകൻ, അതോടൊപ്പം സൗമ്യമായ പെരുമാറ്റം, സമരധീരത, ഇതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. 1937 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഘടകം കോഴിക്കോട് വെച്ച് രൂപീകരിച്ചെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം അന്നുണ്ടായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ തലയിൽ മോസ്കോ റോഡ് വിട്ടുന്ന കാലമായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് തന്നെ പുരോഗമനവാദികളായി കൃഷ്ണപിള്ളിയും EMSഉം അടക്കമുള്ള നേതാക്കന്മാർ പ്രവർത്തിച്ചു. 1931 നടന്ന ഉശിരൻ പോരാട്ടമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹം. അത് കോഴിക്കോട് വെച്ച് നടന്നിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു സമ്മേളനത്തിൽ വെച്ച് എടുത്ത തീരുമാനത്തെ തുടർന്നായിരുന്നു. പക്ഷെ ആ സമരത്തിന്റെ എല്ലാ ചാലക ശക്തികളും കൃഷ്ണപിള്ളിയും AKGയും അടക്കമുള്ള പിൽക്കാല കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. AKG വടക്ക് നിന്ന് വളണ്ടിയർമാരെ കൂട്ടിക്കൊണ്ടുപോയി കൃഷ്ണപിള്ള കേളപ്പന്റെ സത്യഗ്രഹ സമര പന്തലിന് കാവല് കിടന്നു. പന്തൽ ഒരുപാട് തവണ പൊളിച്ചപ്പോഴും വീണ്ടും പന്തല് പണിതു. അങ്ങനെ സവർണന്മാരുടെ ഗുണ്ടായുസത്തെ ചേർത്തുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണന്മാർക്കും പ്രാർത്ഥനാ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടന്നു. ഒടുവിൽ ആ സമരം വിജയിച്ചു. ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പോകാം. അത് കൃഷ്ണപിള്ള മണിയടിച്ചുകൊണ്ട് ഒപ്പം പൊതിര മർദ്ദനം ഏറ്റുവാങ്ങിക്കൊണ്ട് നേടിയിട്ടുള്ള ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യമാണ് എന്ന് നാം തിരിച്ചറിയണം. പിന്നീട് 1939 പിണറായി പാറപ്പുറത്ത് വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യ പ്രവർത്തന പ്രഖ്യാപനം നടത്തിക്കൊണ്ടുള്ള സമ്മേളനം നടന്നു. ആ സമ്മേളനം രഹസ്യമായിട്ടാണ് നടത്തിയത്. ചിലർ തോണിയിലൂടെയാണ് സമ്മേളന സ്ഥലത്തെത്തിയത്, ചിലർ കരമാർഗമാണ് സമ്മേളന സ്ഥലത്തെത്തിയത്. സഖാവ് EMS ഒളിവിൽ നിന്നാണ് അവിടെ എത്തിച്ചേർന്നത്. യഥാർത്ഥത്തിൽ ആ സമ്മേളനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കേരളത്തിൽ തങ്കലിപികളാൽ എഴുതിച്ചേർത്ത തുടക്കം കുറിക്കുന്നത്. പിന്നീട് ഒളിവിലാണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റുകാർ പതിയെ കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ നാട്ടിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. 1940 ജനുവരി 26 ചുമരെഴുതിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച കാര്യം ജനങ്ങളെ അറിയിച്ചത്. അങ്ങനെ 1940 സെപ്റ്റംബർ 15 സാമ്രാജ്യവിരുദ്ധ ദിനമായും മർദ്ദന പ്രതിഷേധ ദിനമായും ആചരിക്കാൻ അന്നത്തെ KPCC ആഹ്വാനം ചെയ്തു. അന്നത്തെ KPCC നേതൃത്വത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇടതുപക്ഷക്കാരായിരുന്നു കൂടുതലും നേതൃത്വത്തിൽ. യഥാർത്ഥത്തിൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. 16 സ്ഥലങ്ങളിലാണ് മർദ്ദന പ്രതിഷേധ ദിനം അക്കാലത്ത് നിരോധിച്ചത്. നിരോധനം അംഗീകരിച്ചുകൊണ്ട്
സമരത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ചിലർ വാദിച്ചു. പക്ഷേ കോൺഗ്രസിന്റെ നേതൃത്വം ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ കയ്യിലായതുകൊണ്ട് അതിന് ആരും തയ്യാറായില്ല. അങ്ങനെയാണ് മൊറാഴയിലും തലശ്ശേരിയിലും മട്ടന്നൂരിലും മറ്റു പരിസരത്തെല്ലാം നിരോധനം ലംഘിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. മൊറാഴയിൽ ആ സമരത്തെ തുടർന്ന് 2 പോലീസുകാർ മരണപ്പെട്ടു. തലശ്ശേരിയിൽ 2 തൊഴിലാളികൾ രക്തസാക്ഷികളായി. തലശ്ശേരിയിൽ ഏതാണ്ട് 21 ആളുടെ പേരിൽ കേസെടുത്തു. മൊറാഴയിൽ 36 ആളുടെ പേരിൽ കേസെടുത്തു. ആ കേസിലാണ് KPR ഗോപാലിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഗാന്ധിജിയും നെഹ്റുവും ഉൾപ്പെടെയുള്ള അക്കാലത്തെ ദേശീയ നേതാക്കന്മാർ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി പരസ്യമായി തന്നെ അഭിപ്രായം പറഞ്ഞു. ഒടുവിൽ വധശിക്ഷ ഒഴിവായി. നമുക്കറിയാം KPR ഗോപാലിന്റെ തൂക്കം, ഭാരം വർദ്ധിച്ചത് വധശിക്ഷ കേട്ടതിന് ശേഷമായിരുന്നു. 5 കിലോഗ്രാമാണ് കൂടിയത്. കമ്മ്യൂണിസ്റ്റുകാർ നിർഭയമായി പൊരുതുന്നവരാണ് എന്നതാണ് KPR ഗോപാലൻ നൽകുന്ന സന്ദേശം. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം നടത്തിയ സമരം. അതിലെല്ലാം കൃഷ്ണപിള്ളിയുടെ ടച്ചുണ്ട്. ആലപ്പുഴയിൽ കയർ തൊഴിലാളികൾ സമരം ചെയ്യാൻ രംഗത്തിറങ്ങുമ്പോൾ കൃഷ്ണപിള്ളി ഉണ്ടാവും. കയർ തൊഴിലാളി യൂണിയൻ സംഘടിപ്പിച്ചത് കൃഷ്ണപിള്ളിയാണ്. ഫറൂഖിൽ ഓട്ട് തൊഴിലാളികളുടെയും ചെറുവണ്ണൂരിൽ മില്ല് തൊഴിലാളികളുടെയും സമരത്തിന് നേതൃത്വം കൊടുത്തത് കൃഷ്ണപിള്ളിയാണ്. അവിടെയും യൂണിയൻ രൂപീകരിച്ചു. കണ്ണൂരിൽ R1 മിൽ സമരം 110 ദിവസം നീണ്ടുനിന്ന സമരമാണ്. ആ സമരത്തിന്റെ പിന്നിലും തൊഴിലാളികൾക്ക് ആവേശം പകർന്നുകൊണ്ട് നേതൃത്വം കൊടുക്കാൻ കൃഷ്ണപിള്ളി ഉണ്ടായിരുന്നു. കൃഷ്ണപിള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനു വേണ്ടി ജീവിച്ചില്ല, നാടിനു വേണ്ടി ജീവിച്ചു. അദ്ദേഹം 1942 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്ലീനം അന്നത്തെ ബോംബെയിൽ നടന്നപ്പോൾ അതിൽ പങ്കെടുത്തു. സംഘടനാപരമായ ഒരു കെട്ടുറപ്പോടുകൂടിയാണ് പിന്നീട് അദ്ദേഹം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിക്കുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ 1943 1-ാം പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ വെച്ചിട്ട് തന്നെ നടത്തി. അതിലധികം പങ്കെടുത്തു. അതിലൂടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കൃഷ്ണപിള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായി. 1948 പ്രസിദ്ധമായ കൽക്കത്ത തീസിസ്, ആ കൽക്കത്ത തീസിസ് ഒരുപക്ഷെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് ഇടതുപക്ഷ സെക്ടേറിയൻ സാഹസികത എന്നായിരുന്നു. ആ നയം അംഗീകരിച്ചപ്പോ പാർട്ടിയുടെ ആ നയം നടപ്പാക്കാൻ വേണ്ടി കേരളത്തിൽ പ്രവർത്തിച്ചു. അവസാനം ഒളിവിൽ വെച്ചാണ് സഖാവ് കൃഷ്ണപിള്ളക്ക് പാമ്പ് കടിയേറ്റ് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത്. കൃഷ്ണപിള്ളിയുടെ മറ്റൊരു പ്രത്യേകത 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനത്താകെ തൊഴിലാളികളെ, കൃഷിക്കാരെ, അധ്വാനിക്കുന്നവരെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിന് അനിതര സാധാരണമായ കഴിവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ജമ്മിത്വത്തിനെതിരായിട്ടുള്ള സമരം ശക്തിപ്പെടുമായിരുന്നില്ല. കർഷകരും കർഷക തൊഴിലാളികളും പണിയെടുത്തുണ്ടാക്കുന്ന നെല്ലിന്റെ ഒരു ഓഹരി പോലും അവകാശപ്പെടാൻ അർഹതയില്ലാത്തവരായി പാവപ്പെട്ട പണിയെടുക്കുന്നവർ മാറില്ല എന്നുള്ളതിന്റെ ഒരു ഉറപ്പ് അന്നത്തെ ജമ്മിത്വമായിരുന്നു. അവർക്കൊരു അവകാശമില്ല നെല്ലിന്. പക്ഷേ 1940-കളിലാണ് ഉശിരൻ സമരം നടന്നത്. 43-ൽ കയ്യൂര്, 46-ൽ കരിവണ്ടൂര്, കാവുമ്പായി, മുനിയംകുന്ന്, പാടിക്കുന്ന്, കോറോ, ഒഞ്ചിയം. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ പുന്നപ്രവേലാർ സമരവും നടക്കുന്നത്. ദിവാൻ ഭരണത്തിനെതിരായ സമരം, ഉത്തരവാദ ഭരണത്തിനു വേണ്ടിയുള്ള സമരം. ഈ കാലഘട്ടത്തിൽ 1940-കളിൽ അലിയടിച്ചുയർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള കർഷകരുടെയും തൊഴിലാളികളുടെയും സമരം, അതാണ് യഥാർത്ഥത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മലബാറിലും പരിസര പ്രദേശങ്ങളിലും അലിയിടിച്ചുയർന്നു വന്നിട്ടുള്ള കരുത്ത്. അപ്പോൾ സാമ്രാജ്യത്വത്തിനും ജമ്മിത്വത്തിനും അനാചാരങ്ങൾക്കുമെതിരായി, ജാതീയമായ വിവേചനത്തിനുമെതിരായി നടത്തിയിട്ടുള്ള പോരാട്ടമാണ് കൃഷ്ണപിള്ളിയുടെ പോരാട്ടമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന്
ബ്രിട്ടീഷുകാർ പണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിച്ചതുപോലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുകയാണ് മോഡിയും കൂട്ടുകാരും. മോഡി ഇപ്പോ കഴിഞ്ഞ ആഗസ്റ്റ് 5 സ്വാതന്ത്ര്യ ദിനം എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 15 ചരിത്രം തിരുത്തിയെഴുതുകയാണ്. മോഡി പറയുന്നു, അയോധ്യയിൽ ശിലാന്യാസം നടത്തിയതോടുകൂടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം വിജയിച്ചു എന്നാണ്. ഒരു മതേതര ഭരണഘടനയുടെ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിൽ വന്നവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ക്ഷേത്രമോ പള്ളിയോ ക്രിസ്ത്യൻ ചർച്ചോ പണിയാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുക എന്നുള്ളത്. അയോധ്യയിൽ നടന്നത് സർക്കാർ സ്പോൺസർ ചെയ്ത മതാധിഷ്ഠിത രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള ശിലാന്യാസമായിരുന്നു. അപ്പോ നാട്ടിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ. ഇതാ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ സുപ്രീം കോടതി വിധി പ്രകാരം സുന്നി വഖഫ് ബോർഡ് സർക്കാർ കൊടുത്ത 5 ഏക്കർ ഭൂമിയിൽ പള്ളി നിർമ്മിക്കുകയാണ്. ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടിയിട്ട് RSSന്റെ പഴയ പ്രചാരകനായ പ്രധാനമന്ത്രി മോഡിയും ഇപ്പോഴും RSS ആണ് എന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് ഇടക്കിടക്ക് പറയുന്ന യോഗി ആദിത്യനാഥും പങ്കെടുത്തെങ്കിൽ സുന്നി വഖഫ് ബോർഡ് ഇപ്പൊ പണിയാൻ പോകുന്ന പള്ളിയുടെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ അവിടുത്തെ മുഖ്യമന്ത്രി തയ്യാറാകുമോ? പ്രധാനമന്ത്രി തയ്യാറാകുമോ? ഇത് നാടിനറിയണ്ടേ? അപ്പൊ സുപ്രീം കോടതി വിധിക്കെതിരാണ് ഇക്കൂട്ടർ ആ ക്ഷേത്ര നിർമ്മാണത്തിന് പോയത്. 2 നമ്മുടെ മതേതരത്വം തകർക്കുന്നതാണ്, 3 ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൗർഭാഗ്യവശാൽ സംഘപരിവാറിന്റെ ഈ അജണ്ടയുടെ കൂടെ പോകുന്ന ഒരു പാർട്ടിയായി മതനിരപേക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് മാറി. കോൺഗ്രസിന്റെ ഒരു ഗതികേടാണ്. നെഹ്റുവിന്റെയോ ഗാന്ധിജിയുടെയോ പാരമ്പര്യം ഇന്നത്തെ കോൺഗ്രസിനില്ല. അന്ന് നെഹ്റു സോമനാഥ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനോദ്ഘാടനത്തിന് ബന്ധപ്പെട്ടവർ ക്ഷണിച്ചപ്പോ പോയില്ല. ക്ഷേത്ര നിർമ്മിതി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അന്നത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചപ്പോൾ നെഹ്റു പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. ഉറച്ച മതേതരവാദി, നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നയാൾ അതായിരുന്നു നെഹ്റു. എന്നാൽ നെഹ്റുവിന്റെ പേരക്കുട്ടികളായ പ്രിയങ്കയും രാഹുലും ഇപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് മൃദു ഹിന്ദുത്വ സമീപനമാണ് സ്വീകരിക്കുന്നത്. കോൺഗ്രസിന് ഇത് എന്ത് പറ്റി? ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആവുന്നതിനുള്ള ഏക കാരണം ഈ സമീപനമാണ്. ഈ സമീപനം കോൺഗ്രസ് തിരുത്തുന്നില്ലെങ്കിൽ ഇനി കോൺഗ്രസിന് ഭാവിയില്ല. നോക്കൂ, BJP ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുകയാണ്. വർഗീയവൽക്കരണത്തിനും കച്ചവടവൽക്കരണത്തിനും ഒപ്പം വിദ്യാഭ്യാസത്തെ കേന്ദ്രം ഹൈജാക്ക് ചെയ്ത് സ്വന്തമായ അധികാരമുള്ള ഒരു മേഖലയാക്കി മാറ്റുകയാണ്. മോഡി വന്നപ്പോൾ ഉടൻ ചെയ്ത ഒരു കാര്യം ഓർമ്മയില്ലേ? ഭരണഘടനാ സ്ഥാപനമായ ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടു. എന്നിട്ട് നീതി ആയോഗ് കൊണ്ടുവന്നു. ആ നീതി ആയോഗ് പൂർണ്ണമായി പ്രധാനമന്ത്രിയുടെ കൈപ്പിടിയിൽ ഒതുക്കി. ആസൂത്രണം മുഴുവൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയിലാണ്. അതുപോലെയാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പ്രധാനമന്ത്രി ചെയർമാനായി രൂപീകരിക്കാൻ പോകുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ വിദ്യാഭ്യാസ കുട്ടികളുടെ ഭാവി നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല, മൂല്യബോധമുള്ള തലമുറയെ വാർത്തെടുക്കേണ്ടുന്ന മേഖല. അവിടെ വർഗീയവൽക്കരണം നടക്കുന്നു, കച്ചവടവൽക്കരണം നടക്കുന്നു, ഒപ്പം അധികാരം മുഴുവൻ കൈയടക്കുന്ന വിധത്തിൽ കേന്ദ്രീകരണവും ഉണ്ടാകും. അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയവും RSS അജണ്ടയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇപ്പൊ ഇതാ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് പാരിസ്ഥിതിക സംരക്ഷണം ഉറപ്പുവരുത്താതെ കൊടുക്കുന്ന വൻകിട പദ്ധതികൾക്കുള്ള അനുമതി. 1954 ഭോപ്പാൽ ദുരന്ത സമയത്താണ് നമ്മുടെ കണ്ണു തുറന്നത്. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു, വിഷദ്രാവകം വിഷവായു ശ്വസിച്ചുകൊണ്ട്. പിന്നീട് 86 നമ്മളൊരു നിയമം കൊണ്ടുവന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള നിയമം. തുടർന്ന് 94 ആ നിയമത്തിന് EIA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നു.
20,000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള ഏത് കെട്ടിടവും പണിയുമ്പോൾ മുൻകൂർ അനുമതി വാങ്ങണമെന്നാണ് വ്യവസ്ഥ. അതിപ്പോ 1.5 ലക്ഷം ചതുരശ്ര അടിക്ക് മുകളിലുള്ള കെട്ടിടമെന്നാക്കി മാറ്റി. എത്ര വ്യത്യാസം! എന്ന് മാത്രമല്ല, മുൻകൂർ അനുമതി വേണ്ട, പദ്ധതി ആരംഭിച്ചതിന് ശേഷം അനുമതി കൊടുത്താൽ മതി എന്നാക്കി മാറ്റി. ജനങ്ങൾക്ക് പരാതിപ്പെടാനുള്ള സമയം നേരത്തെ 1 മാസമായിരുന്നു, അത് 20 ദിവസമായി കുറച്ചു. യഥാർത്ഥത്തിൽ പ്രകൃതിയെ കൊള്ള ചെയ്യാൻ കോർപ്പറേറ്റുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഇപ്പൊ കൊണ്ടുവന്ന EIA ഭേദഗതി നിയമം. ചുരുക്കി പറഞ്ഞ, കോവിഡിന്റെ മറവിലാണ് രാജ്യദ്രോഹ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ പ്രസംഗം നടത്തുന്ന ആഗസ്റ്റ് 19 കൃഷ്ണപിള്ള ദിനം, കൃഷ്ണപിള്ളിയെ നമ്മൾ സ്മരിക്കുമ്പോൾ 100 വർഷം മുമ്പ് ആഗസ്റ്റ് 18-ാം തീയതി ഗാന്ധിജി ഈ മലയാളക്കരിയിലെത്തിയ ദിനമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഗാന്ധിജി മലയാളത്തിൽ വന്ന് നാടിന് നൽകിയ സന്ദേശം മൈത്രിയുടെ, മതമൈത്രിയുടെ, ദേശീയ ഐക്യത്തിന്റെ സന്ദേശമാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഒരു മഹത്തായ സന്ദേശം ഗാന്ധിജി മലയാളികൾക്ക് നൽകിക്കൊണ്ട് 1920 ആഗസ്റ്റ് 18-ന് കോഴിക്കോട് എത്തിയതിനെ നമ്മൾ ഓർക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായും നമുക്ക് പറയാൻ കഴിയണം, ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു കൃഷ്ണപിള്ളയും AKG EMSും എല്ലാം. ഇന്ന് ഗാന്ധി ശിഷ്യന്മാർ ഗാന്ധിയൻ മൂല്യങ്ങളെ തകർക്കുകയാണ്, നെഹ്റുവിന്റെ പാരമ്പര്യത്തെ ഇല്ലാതാക്കുകയാണ്. ഇന്ന് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നവർ നാട് ഭരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് കൃഷ്ണപിള്ളിയുടെ ഓർമ്മ നമ്മൾ പുതുക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയണം, ഈ നാട് ഇടതുപക്ഷത്തിലൂടെ നവകേരളമായി മാറും. ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയാണ് ഇടതുപക്ഷം ഈ നാട്ടിൽ ഭരണ നടപടികൾ സ്വീകരിക്കുന്നത്. അത് ആഗോളവൽക്കരണത്തിന് ബദലാണ്. ഒപ്പം ജനപക്ഷ വികസന പരിപാടികൾ നടപ്പാക്കുകയാണ്. ഇപ്പോ ജനകീയ ആസൂത്രണത്തിന്റെ 1/4 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. അധികാരം ജനങ്ങൾക്ക് എന്നത് ഗാന്ധിജിയുടെ രാമരാജ്യത്തിന്റെ സ്വപ്നമാണ്. രാമൻ എന്ന് പറയുന്നത് RSSകാര് രാഷ്ട്രീയവൽക്കരിച്ച രാമനാണ് എന്ന് കാണുമ്പോൾ ഗാന്ധിജിയുടെ രാമൻ ദരിദ്രനാരായണന്മാരുടെ രാമനാണ്. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് നാം പറയട്ടെ, ഈ കേരളത്തിൽ ദരിദ്രനാരായണന്മാരായ രാമന്റെയും ഹുസൈന്റെയും യേശുവിന്റെയും ഒരു ഐക്യവും യോജിപ്പും സൃഷ്ടിക്കുന്ന ഭരണമാക്കി ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നേറുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് കോവിഡ് പ്രതിരോധത്തിന് ഇന്ത്യക്ക് മാതൃകയായത്, ലോകത്തിന് മാതൃകയായത്. സമസ്ത മേഖലയിലും നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു മേഖലയിലും ഇടതുപക്ഷ ഗവൺമെന്റിനെ കുറ്റം പറയാൻ കഴിയില്ല. എന്നാൽ ആ ഗവൺമെന്റിനെ തകർക്കാൻ നോക്കുകയാണ് വലതുപക്ഷം, UDFും BJPയും വലതുപക്ഷ മാധ്യമങ്ങളും. അവരുടെ അജണ്ട വേറെയാണ്. നാടിന്റെ ഗുണമോ ജനങ്ങളുടെ നന്മയോ അവർ അജണ്ടയിൽ ഉൾപ്പെടുന്നില്ല. എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ ഭരണത്തിൽ നിന്ന് പുറത്താക്കണം. കാരണം കോർപ്പറേറ്റുകൾക്ക് ഇടതുപക്ഷ ഭരണം ഇഷ്ടമില്ല. പൊതുമേഖലയെ വിൽക്കാത്തൊരു സംസ്ഥാനമാണ് കേരളം. കാർഷിക മേഖലയെ കൂടുതൽ മുതൽ മുടക്കിക്കൊണ്ട് കൃഷിക്കാരെ സഹായിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. തൊഴിൽ രഹിതർക്ക് ഏറ്റവും കൂടുതൽ നിയമനം നൽകിയ നാടാണ് കേരളം. UDF ഭരിക്കുമ്പോൾ നിയമന നിരോധനം. അവരുടെ കാലത്ത് ആകെ നടന്നിട്ടുള്ളത് ശരാശരി ഒരു വർഷം 22,000 പേർക്ക് സർക്കാർ ജോലി. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ 33,500 പേർക്ക് ജോലി. ഇതാണ് അവരും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. നേരത്തെ 1.10 ലക്ഷം ആളുകൾക്ക് PSC വഴി ജോലി കൊടുത്തു UDF. ഇപ്പൊ 1.33 ലക്ഷം പേർക്ക് ഇടതുപക്ഷം ജോലി കൊടുത്തു. പോലീസിന്റെ കാര്യമെടുത്താൽ UDF ഭരിച്ച 5 കൊല്ലത്തിനിടയിൽ 4,796 ആൾക്കാണ് ജോലി കൊടുത്തത്. ഇപ്പോ LDF ഭരിക്കുമ്പോ 11,268 ആൾക്ക് ജോലി കൊടുത്തു. UDF ഭരിക്കുമ്പോൾ കൊടുത്ത ജോലിയേക്കാൾ 6,472 ആൾക്ക് കൂടുതലായി ജോലി കൊടുത്തതാണ് ഇടതുപക്ഷം.
ഇത് പോലീസിൽ മാത്രമല്ല, 1630 പേർക്കാണ് സ്കൂൾ ടീച്ചർമാരുടെ പോസ്റ്റിൽ സർക്കാർ UDF ഭരിക്കുമ്പോൾ ജോലി കൊടുത്തത് എങ്കിൽ ഇപ്പൊ അത് 7322 പേർക്കാണ് ജോലി. എല്ലാ ഒഴിവുകളും PSC അറിയിക്കുന്നു. അതിന്റെ ഫലമായി പല ഡിപ്പാർട്ട്മെന്റും ഇപ്പൊ 0 ബാലൻസ് വേക്കൻസിയാണ്. വേക്കൻസി ഇല്ല. നേരത്തെ നിയമന നിരോധനം, ഇപ്പൊ PSC വഴിയുള്ള നിയമനം ശക്തിപ്പെട്ടു. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ കോവിഡ് കാലത്ത് സാധാരണഗതിയിൽ നമ്മൾ കരുതുമല്ലോ കോവിഡ് കാലത്തൊന്നും PSC നിയമനം നടക്കൂല. എന്നാൽ 12,000-ഓളം ആളുകൾക്കാണ് അഡ്വൈസ് അയച്ചത്. അവർക്ക് ഉറപ്പിച്ച് ജോലി കിട്ടുമല്ലോ. UDF അല്ലല്ലോ ഭരിക്കുന്നത്. UDFന്റെ കാലത്ത് അഡ്വൈസ് മെമ്മോ കിട്ടിയ ആൾക്ക് ജോലി കൊടുത്തില്ലല്ലോ. അതിനുവേണ്ടിയായിരുന്നല്ലോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ യുവജന സംഘടനാ നേതാക്കന്മാർക്ക് അന്ന് സമരം ചെയ്യേണ്ടി വന്നത്. അപ്പോ UDF അല്ല LDF. ഇനി BJP നിങ്ങൾ നോക്ക്, 8 ലക്ഷം ഒഴിവാണ് കേന്ദ്ര സർവീസിൽ. നിയമനം നടത്തുന്നില്ല, നിയമന നിരോധനാണ്. അപ്പോൾ ഇടതുപക്ഷം തൊഴിൽ രഹിതർക്കൊപ്പമാണ്. ഈ ഓണം ആഘോഷിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് 88 ലക്ഷം പേർക്കാണ് ഭക്ഷ്യധാന്യ കിറ്റ് സൗജന്യമായി കൊടുക്കുന്നത്. 53 ലക്ഷം പേർക്കാണ് 2 മാസത്തെ പെൻഷൻ കൊടുക്കുന്നത്. കുടിശ്ശികയില്ല പെൻഷന്റെ കാര്യത്തിൽ. UDF ഭരിക്കുമ്പോൾ 11 മാസത്തെ കുടിശ്ശികയാണ്. ഇപ്പൊ ബോണസും ഫെസ്റ്റിവൽ അലവൻസും എല്ലാമായി ഈ കോവിഡ് ദുരിതകാലത്ത് പോലും 6000 കോടി ഉറുപ്പിക സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിൽ പോലും ഉണ്ടാക്കിക്കൊണ്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇടതുപക്ഷമാണ് നാടിന്റെ നന്മക്ക്. ഇടതുപക്ഷം ജനങ്ങളുടെ ഹൃദയപക്ഷത്താണ്. സഖാവ് കൃഷ്ണപിള്ള വളർത്തി വലുതാക്കിയ പാർട്ടി ഇന്ന് ജനങ്ങൾക്കൊപ്പമാണ്. ആ കൃഷ്ണപിള്ളയുടെ ഉജ്ജ്വല സ്മരണ പുതുക്കിക്കൊണ്ട് നമുക്ക് സഖാക്കളെ മുന്നോട്ട്